ഹലോ, അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാനിങ്ങ് എത്തിയിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ഒന്നും കാണാത്തത് എന്തെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വോമിറ്റിങ്ങും ക്ഷീണവും അതിന് സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ ഏകദേശം ഫസ്റ്റ് ട്രൈമസ്റ്ററിനോട് ബൈ ബൈ പറയാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് കണ്ടീഷൻ ബെറ്ററായി വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് വീഡിയോസ് പഴയതുപോലെ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം പ്രാക്ടിക്കലാവുന്നത് നമുക്ക് കണ്ടറിയാം കേട്ടോ. ഇന്ന് ഞാനൊരു ലഞ്ച് മെനു ആണ് കാണിക്കുന്നത്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഇതിൽ ഞാൻ ചോറിന് മീൻകറിയാണ് ഉണ്ടാക്കുന്നത്, അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനങ്ങനെ മീൻ കൂട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് ഇത് കുറച്ച് മുമ്പേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് ആദ്യമായിട്ടുണ്ടായ മാങ്ങ ഇട്ടിട്ടാണ് ഞാൻ അയിലക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മീൻകറിക്കായിട്ടുള്ള എല്ലാ ഐറ്റംസും അരിഞ്ഞ് അതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കുറച്ച് പുളി കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഉള്ളത് കാരണം ഒരുപാട് പുളി ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചീരയാണ്. വേറൊരു ഡിഷ് ഉണ്ടാക്കണം കേട്ടോ. സാധാരണ ഞാൻ ചീര തോരനാണ് ഉണ്ടാക്കാറ്. ഇപ്പം എനിക്ക് ചീരത്തോരൻ കഴിച്ച് ബോറടിച്ചതുകൊണ്ട് ഞാൻ പരിപ്പും ചീരയും തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാൻ മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് മീൻകറി അടച്ചു വെച്ച് തിളപ്പിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ചീര നന്നായി വാഷ് ചെയ്തെടുത്ത് ഞാൻ അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്ത് വന്നു കേട്ടോ. കുക്കറിൽ ഓൾറെഡി പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വരുമ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പ് അരച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയിൽ ഞാൻ കുറച്ച് ഒരു തരി ജീരകം കൂടി ചേർത്തിട്ട് അത് നന്നായി അരച്ചെടുത്ത് പിന്നെ ഒരു പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായി അരച്ചെടുത്തിട്ട് കറിയിലേക്ക് തിളച്ച് വരുന്ന ഈ ഒരു ചീരക്കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള സ്പേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീരക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം തിളപ്പിച്ച് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ച് അയില ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചാലോ? സാധാരണ ഞാൻ മട്ടരിയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഇപ്പം എനിക്ക് വൈറ്റ് റൈസിനോടാണ് താല്പര്യം. അപ്പം ഞാൻ ചോറ് വിളമ്പി. ചോറിൻ്റെ കൂടെ നല്ല അയിലക്കറിയും പിന്നെ ചീരയും പരിപ്പും കൂടി തേങ്ങ അരച്ച കറിയും പിന്നെ അയില വറുത്തതും. അപ്പോൾ ഇതായിരുന്നു ലഞ്ച് മെനു. അപ്പോൾ നിങ്ങൾക്ക് ലഞ്ച് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.